ആപത്ത് കാലത്ത് കൈപിടിച്ച, ഉത്തരേന്ത്യയിൽ തകർന്നടിഞ്ഞു പോയപ്പോഴും അമേഠിയിൽ പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും ജയിപ്പിച്ച 4.25 ലക്ഷത്തിന് ജയിപ്പിച്ച വയനാട്ടുകാരെ പരിഹസിച്ചോ രാഹുൽ ഗാന്ധി? അങ്ങനെ പരിഹസിച്ചൊന്നും രാഷ്ട്രീയമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു കോമൺ ആയിട്ട് ഞാൻ പറയാം, സമാജ്വാദി പാർട്ടി, മറ്റേ മുലായം സിംഗ് യാദവ്, ലാലു പ്രസാദ് യാദവ്, അടൽ ബിഹാരി വാജ്പേയി, അങ്ങനെ അനേകം നേതാക്കന്മാർ പല സ്ഥലത്ത് മത്സരിച്ചിട്ട് 2 സ്ഥലത്ത് മത്സരിച്ചിട്ട് നമ്മുടെ ഭരണഘടന പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ ഇതൊക്കെ അനുസരിച്ച് നമുക്ക് മത്സരിക്കാവുന്നുള്ളൂ. അതൊരു വിഷയമല്ല. പിന്നെ രാഹുൽ ഗാന്ധി ഇവിടെ നിൽക്കണോ അവിടെ നിൽക്കണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയാം, ഇവിടെ ആവശ്യമില്ല രാഹുൽ ഗാന്ധിയുടെ. കാരണം ഇവിടുത്തെ ലോക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഡീൽ ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല രാഹുൽ ഗാന്ധി. മനസ്സിലായില്ലേ? ഇപ്പോൾ വാരാണസിയിൽ MP ആയിട്ടല്ലല്ലോ നമ്മൾ നരേന്ദ്രമോദിയെ കാണുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ നേതാവായിട്ടാണ് കാണപ്പെടുന്നത്. അതേമാതിരി ഇദ്ദേഹം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി വടക്കേ ഇന്ത്യയിൽ നേതാക്കന്മാരില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും ബീഹാറിലും എനിക്ക് തോന്നണില്ല എനിക്കോ നിങ്ങൾക്കോ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ പേര് പറയാൻ പറ്റുന്നു, PCC പ്രസിഡൻ്റെ പേര് പറയാൻ പറ്റുമോ, നാരായണ നമ്പൂതിരിക്ക് പോലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. മനസ്സിലായില്ലേ? കാരണം ആരെ അറിയപ്പെടുന്ന നേതാക്കന്മാരില്ല. ഉണ്ടായിരുന്ന നേതാക്കന്മാരിലൊക്കെ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടിരിക്കുകയാണ് ജിതേന്ദ്ര പ്രസാദൊക്കെ മാതിരിയുള്ള ആൾക്കാർ. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന, ഹിന്ദി ഹാർട്ട്ലാൻഡിൽ ജനിച്ചിട്ടുള്ള അദ്ദേഹം ഹിന്ദി ഹാർട്ട്ലാൻഡിൽ കോൺഗ്രസ് ഒരു റിവൈവൽ നടത്താൻ പുറപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇവിടെ വെറുതെ വന്നിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ആരായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ MP ആയാലും നമ്മുടെ കോൺഗ്രസിൻ്റെ MP ആയാലും അവർ ഭരണത്തിൽ വലിയ ഭാഗമാവുന്നില്ല. അവർ MP മാരല്ലേ, സ്റ്റേറ്റ് ഭരിക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് ഭരിക്കുന്നത് CPM ആണ്. എന്ത് റോളാണ് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ ഉണ്ടാകുമ്പോൾ? അപ്പോൾ ആ നിലക്ക് രാഹുൽ ഗാന്ധി അങ്ങോട്ട് പോയതിനെ പറ്റിയിട്ട് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കും. പിന്നെ അദ്ദേഹം വഞ്ചിച്ചോ ഇല്ലേ അത് വേറെ വിഷയമാണ്. മനസ്സിലായില്ലേ? അത് ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്സാണ്. ആ ടാക്ടിക്സ് എടുത്തു അദ്ദേഹം എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ടാക്ടിക്കാണ്, തന്ത്രമാണ്. വഞ്ചനയല്ല, തന്ത്രമാണ്. ഇനി കുതന്ത്രമാണോ അല്ലേ എന്നുള്ള വേറെ വിഷയം. അപ്പോൾ ആ നിലക്ക് അദ്ദേഹം അവിടെ പോയി മത്സരിക്കൊണ്ട് വേറെ സിഗ്നൽ കൂടി വന്നിട്ടുണ്ട്. അവിടെ അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായാലും ഇവിടെ നിന്ന് ജയിച്ചതായാലും അവിടെ പോയാലും വീണ്ടും തോറ്റുപോകാൻ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് എന്താണ്? തോക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. നമ്മൾ സത്യസന്ധമായി പറയണമല്ലോ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലക്ക് ഞാൻ പറയാം, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു 15 സീറ്റ് ആണ് കിട്ടുള്ളൂ ഉത്തർപ്രദേശിൽ എന്നുള്ളതാണ്. അതിന് പകരമായിട്ടാണ് ഇപ്പോൾ 45 സീറ്റ് കിട്ടിയിരിക്കുന്നത് ഈ ഇന്ത്യ അലയൻസിന്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ധൈര്യപൂർവ്വം അങ്ങോട്ട് പോയി മത്സരിച്ചതിന് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെ കണക്ക്. അദ്ദേഹം ഇപ്പോൾ മാറിപ്പോയല്ല. ഒരുപാട് തവണ നമ്മൾ തന്നെ ഈ ചാനലിലിരുന്ന് അദ്ദേഹത്തെ വിമർശിക്കുകയും അദ്ദേഹത്തെ പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അവിടെ നിന്നൊക്കെ അദ്ദേഹം മാറി ജോഡോ യാത്രകൾക്കൊക്കെ പോയി, ഇതോടെ കഷ്ടപ്പാടാണുള്ളത് യാത്രക്ക് പോക്ക്. അതൊക്കെ ചെയ്ത് വന്നതിന് ശേഷം അദ്ദേഹം പാർട്ടി ഇനിയൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇപ്പോൾ കോൺഗ്രസ് അവിടെ ജയിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത് അവിടെയുള്ള കക്ഷികൾ, അതായത് DMKയുടെ ശക്തിയുടെ മുകളിലും അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയുടെ ശക്തിയുടെ മുകളിലും അല്ലെങ്കിൽ നമ്മുടെ ശിവസേന UBTയുടെ അതായിട്ടുള്ള കോയിലീഷൻ കൊണ്ടാണ്. അപ്പോൾ ഇനി പാർട്ടിയെ കെട്ടിപ്പടുത്തേണ്ട കേരളത്തിൽ ആവശ്യമില്ലല്ലോ. കോൺഗ്രസ്സുകാരെ ചവിട്ടിയിട്ട് നിൽക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലമാണ് കേരളം. അപ്പോൾ ആ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രഭാവം പിടിച്ചേർക്കാനായിട്ട് അദ്ദേഹം ഗ്രൗണ്ട് ലെവലിൽ പരിശ്രമിക്കണം. ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണെങ്കിൽ പോയതെങ്കിൽ അദ്ദേഹം കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് മാത്രമേ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനത് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇവിടെ നിന്ന് രാജിവെക്കുന്നതാണ് നല്ലത്. അവിടെ പോയിട്ട് രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് രാജിവെക്കുന്നതാണ്, പോകുന്നതാണ് നല്ലത് എന്നുള്ളതാണ് അനാലിസിസ്. ഓക്കെ, വരാം.